നമ്മൾ കുട്ടീനെ സ്ലീപ്പ് ട്രെയിൻ ചെയ്യിപ്പിച്ചത് എങ്ങനെയാണെന്ന് പറയാന്ന് വിചാരിച്ചേ. അപ്പൊ നമ്മുടെ അങ്ങനെ ഒരു പെർഫെക്റ്റ് ട്രെയിനിങ് ഒന്നും അല്ല. കാര്യം ഓരോരുത്തരില്ല 6 മന്ത്സിലെ ഫീഡിംഗ് ഒക്കെ നിർത്തിയിട്ട് നൈറ്റ് ഫീഡിംഗ് ഒക്കെ നിർത്തിയിട്ട് നമുക്ക് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. അപ്പം മാർത്ത ഉണ്ടാക്കി എന്റെ ഹസ്ബൻഡാണ് പറയുന്നത് നമുക്ക് ഇങ്ങനെ സ്ലീപ്പ് ട്രെയിനിങ് ചെയ്യിപ്പിക്കാം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഞാനും കുഞ്ഞും ഹെൽപ്പിന് നിൽക്കുന്ന ഒരു ചേച്ചിയും കൂടെ ആയിരിക്കും ഫസ്റ്റ് 1 മന്ത് ഒരു റൂമിൽ ഉറങ്ങും. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മാത്രമാവും കുട്ടിയുടെ കൂടെ. അത് ഞാൻ എടുത്തു പറയാനുള്ളൊരു കാരണം എല്ലാവരും വീട്ടിലുള്ളവരും ഹസ്ബൻഡും എല്ലാം ഞാൻ ഇരിക്കുന്ന പോലെ ഉറക്കളച്ചിരിക്കണം അതെനിക്ക് ആവശ്യമായിട്ട് തോന്നില്ല. കാര്യം സ്ലീപ്പ് മൂഡ് നന്നായിട്ട് വെക്കാൻ വളരെ ആവശ്യമാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഉറക്കളച്ചിരിപ്പുണ്ട്, ബാക്കിയുള്ളവരപ്പം ഉറങ്ങിക്കോട്ടെ. അപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ മൈൻഡെങ്കിലും നല്ലപോലെ ഉറങ്ങി ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പൊ പുള്ളി വേറെ റൂമിൽ. ഇതിന് ഞാൻ ഉറക്കളച്ചിരിക്കുന്നതിന് വരെ രാവിലെ എനിക്കൊരു ഷവർമയോ അൽഫാമൊക്കെ മേടിച്ചാൽ മതി കേട്ടോ. അതാണ് എനിക്ക് സന്തോഷം. അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പെക്ടേഷൻസ് ഡിഫറന്റ് ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെക്കൻഡ് മന്ത് തൊട്ടിട്ട് കുട്ടിക്ക് രാവിലെ ഒരു ഇച്ചിരി ഉറക്കം, ഉച്ച കഴിയുമ്പോൾ ഒരു ഇച്ചിരി ഉറക്കം കിട്ടും. അതല്ലാതെ കുഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ നമ്മൾ കേർട്ടൻ ഒക്കെ തുറന്നിടും. നമ്മൾ നോർമൽ സൗണ്ടിൽ തന്നെ വീട്ടിൽ സംസാരിക്കും. കുട്ടി ഉറങ്ങുവാണ് എന്ന് വിചാരിച്ച് മിണ്ടാതൊന്നും ഇരിക്കത്തില്ല. കാര്യം കുട്ടിക്ക് മനസ്സിലാവണം ഇത് ഡേ ടൈം ആണ്, ഇത് ഉറങ്ങേണ്ട സമയമല്ലാന്ന്. പിന്നെ ഒരു 6 മണി വൈകിട്ട് കഴിയുമ്പോൾ തൊട്ട് ഞാൻ TV റൂമിലൊക്കെ കുട്ടീനെ കൊണ്ട് പോയിരിക്കും. അത് കഴിഞ്ഞാൽ കുഞ്ഞിനെ അങ്ങനെ ഉറക്കാറില്ല. ഒരു 8:30 ആകുമ്പോൾ കുട്ടീനെ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ തുടച്ച് മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് മസാജ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സ്വാഡിൽ റാപ്പ് ചെയ്യും. തുണിയിലല്ല, മറ്റേ കയറ്റി വെച്ചിട്ട് ഒട്ടിക്കുന്ന സാധനമല്ല. അതിന്റെ ലിങ്ക് വേണ്ടവർ ചോദിച്ചാൽ മതിയെ. അതിന്റെ കയറ്റി അങ്ങ് വലിച്ചങ്ങ് ഒട്ടിക്കും. എന്നിട്ട് ഞാനൊരു ചെയറിലോട്ട് 9 മണിയാകുമ്പോൾ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ തട്ട്. ആദ്യമൊക്കെ കൊച്ചു ഭയങ്കരമായിട്ട് കരയുമായിരുന്നേ. അപ്പൊ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും കേട്ടോ. ആ സമയമാകുമ്പോൾ സ്ലീപ്പ് ടൈം ആകുമ്പോൾ അങ്ങനെ കരഞ്ഞാലും ഞാൻ ഇങ്ങനെ ഒരു 2 വെളിച്ചത്തിൽ നോക്കത്തേ ഉള്ളൂ. ലൈറ്റ് ഓൺ ചെയ്യത്തില്ല, പുറത്തെടുത്തോണ്ട് നടക്കത്തില്ല, ഞാൻ മുറിക്കകത്തും എടുത്തോണ്ട് നടക്കത്തില്ല, ഞാൻ ഇരുന്ന് തട്ടത്തേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചു മനസ്സിലായി ഇതിന്റെ കയറി പൊതിയാൻ തുടങ്ങി, ഇനി ഞാൻ ഉറങ്ങേണ്ടി വരും. പിന്നെ ഒരു 2.25 മണിക്കൂർ കൂടുമ്പോഴായിരിക്കും അവൾ പാലിന് എണീക്കുക. അപ്പൊ എനിക്ക് ആ ടൈം മനസ്സിലായല്ലോ. അപ്പൊ തൊട്ട് ഞാൻ ആ സമയം എടുക്കുമ്പോൾ പാല് കലക്കും. അവൾ എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ കുപ്പി കൊച്ചിന് കൊടുക്കും. പിന്നെ കുഞ്ഞ് അതല്ലാതെ ഇടയ്ക്കെങ്ങാനും തുറന്നാൽ ഞാൻ ഉടനെ പോയി എടുക്കാറൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുവേ. കരയുവാണെങ്കിൽ മാത്രം അവൾ തൊട്ടിലായിരിക്കും കിടക്കുക. അതിങ്ങനെ ഒരു വള്ളി കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിങ്ങനെ ആട്ടി കൊടുക്കും. എന്റെ കൂടെ ഞാൻ കിടത്താറില്ല. കാര്യം എനിക്ക് പേടിയാണ്, ഞാൻ ബ്ലാങ്കറ്റ് ഇടുമ്പോൾ കുഞ്ഞിന്റെ മുഖത്ത് വീഴുമോ അങ്ങനെയുള്ള ഒരു പേടി കൊണ്ട് ഞാൻ കൂടെ കിടത്താറില്ല. അപ്പോൾ മാർത്തനെ ഒരു 4 വയസ്സ് വരെ എന്ത് ഭൂമിയിൽ കൊണ്ടായാലും ഞാൻ 9 മണിയാകുമ്പോൾ ഉറക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്കും നല്ല സ്ലീപ്പ് വേണം. പിന്നെ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ കാണും, നമുക്കൊന്നൊരു സ്പൂൺ ന്യൂട്ടലൊക്കെ കഴിച്ചൊരു സിനിമ കാണണമെന്ന് തോന്നും. അത് മാത്രമല്ല കുട്ടിക്കും നല്ല സ്ലീപ്പ് വേണം എന്ന് എനിക്ക് തോന്നാറുണ്ട് രാത്രിയിലും. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ 9 മണിയാകുമ്പോൾ സ്ലീപ്പ് ടൈം എന്ന് പറയുമ്പോൾ മാർത്തെങ്കിൽ വരും. കാര്യം നമ്മളതാണല്ലോ വർഷങ്ങളായിട്ട് ശീലിച്ചത്, 2-3 വർഷമായിട്ട്. ചില സമയത്ത് ആരെങ്കിലും ഇപ്പോൾ പറയും, നമ്മളിപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഉറക്കം വരുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ അവളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അറിഞ്ഞുകൂടാ, അവൾ ഇങ്ങനെ ഹൈപ്പർ ആവും. ഓരോ കുട്ടികളും ഡിഫറൻ്റ് ആണ്. അപ്പോൾ മാർത്ത സുനാമി പോലെ ഒരു കുട്ടിയാണ്, അവൾ ഇങ്ങനെ ഹൈപ്പർ ആവേ. ഞാനൊരു 10 ആകുമ്പോൾ എന്തെങ്കിലും വലിയൊരു കരച്ചിൽ നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ട് അവളെ പിടിച്ചിട്ടായിരിക്കും നമ്മൾ കിടത്തി ലാസ്റ്റ് ഉറക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മാർത്തിനെ കരുതി 4 വയസ്സ് വരെ ഞാൻ 9 എന്നൊരു സമയം അടിച്ചിട്ടുണ്ടെങ്കിൽ സ്ലീപ്പ് ടൈം എന്ന് പറയും കുട്ടി വരും, നമ്മൾ കയറും. പക്ഷേ വീക്കെൻഡ് കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10 മണി ഇപ്പോൾ ആയിപ്പോയി. പല കാരണം കൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും സിനിമ കാണുവാണെങ്കിൽ 10 മണിയായി എന്ന് വിചാരിച്ചാലും വീക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കത്തില്ല. അല്ലെ എൻ്റെ അടുത്ത് വന്നിരുന്ന് നമ്മൾ ഉറങ്ങണം എന്നുള്ള എന്തെങ്കിലും ഒരു ഇത് കാണിക്കും, നമ്മൾ കൊണ്ടേ ഉറക്കും. പക്ഷെ മാർത്ത എങ്ങനെയല്ല, മാർത്ത ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങോട്ട് ചടന്ന് ജനലി വലിഞ്ഞു കയറുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി റൈറ്റ് ടൈമിൽ ഉറക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് സ്ലീപ്പ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്.